ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ബിഹേവിയർ തിയറി പഠിച്ചു കഴിഞ്ഞു, ട്രൈ തിയറി പഠിച്ചു കഴിഞ്ഞു. ഇനി കണ്ടിജൻസി തിയറിയിലാണ് നിൽക്കുന്നത്. കണ്ടിജൻസി തിയറിയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ലീഡേഴ്സ് എബിലിറ്റി ടു ലീഡ് ദി കണ്ടിജൻസ് upon various situational factors including the leader's preferred leadership style. ഓക്കെ, അതായത് ഇതിൽ നമ്മൾ സിറ്റുവേഷൻ തിയറീസിൽ മൊത്തം അല്ലെങ്കിൽ കണ്ടിജൻസി തിയറിയിൽ മൊത്തം പറയുന്ന സെയിം ഫാക്ടർ തന്നെയാണ് പറയണത്. സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ലീഡർഷിപ്പിൻ്റെ സ്റ്റൈല് മാറ്റേണ്ടത്. അല്ലാതെ ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈല് നമ്മൾ സെലക്ട് ചെയ്യണം ഡിപ്പെൻഡിങ് ഓൺ ദി സിറ്റുവേഷൻ. അത് അതായത് എംപ്ലോയീസിൻ്റെ കോമ്പിറ്റൻസും അതുപോലെ തന്നെ അവരുടെ കമ്മിറ്റ്മെൻറ്റും അതുപോലെ അവരുടെ സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ലീഡേഴ്സ് ഏത് ടൈപ്പാണ് വേണ്ടത് തീരുമാനിക്കണം. ഇപ്പോൾ ഒരു മോസ്റ്റ് ഇഫക്റ്റീവായ സക്സസ്ഫുള്ളായ ഒരു ലീഡറുടെ ആ പാറ്റേൺ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നാൽ ആ സക്സസ് ആവണമെന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഫോർ എക്സാമ്പിൾ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജർക്ക് അതേ സ്ട്രാറ്റജി ഒരു ഗവൺമെൻറ് ഫേമിൽ വന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ ആയിരിക്കും. അതുപോലെ ഗവൺമെൻറ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫേമിൽ ഒരു ലീഡർ പ്രൈവറ്റിൽ വന്നാലും അതേ സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണമെന്നില്ല. നമ്മൾ എംപ്ലോയീസിൻ്റെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ക്യാരക്ടർ, അവരുടെ എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ്, കോമ്പിറ്റൻസി, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറണം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ സിറ്റുവേഷൻ ലീഡർഷിപ്പ്, ആ വാക്കിലെ സിറ്റുവേഷൻ എന്ന വാക്കുണ്ട്. ഈ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തത് പോൾസ് ഹാർഡ്സി ആൻഡ് കെന്നത്ത് ബാൻചാർഡ് 1977 ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. ഈ തിയറി പ്രകാരം ലീഡേഴ്സിനെ അവർ മോസ്റ്റ് ആക്ടിവിറ്റീസ് ലീഡേഴ്സിനെ രണ്ട് ബിഹേവിയർ ഡയമെൻഷനിൽ ചെയ്യുന്നു. ടാസ്ക് ബിഹേവിയറുണ്ട്, റിലേഷൻഷിപ്പ് ബിഹേവിയറുണ്ട്. ഓക്കെ, നമുക്കറിയാം ടാസ്ക് ലീഡർഷിപ്പ് എൻഗേജ് ചെയ്യുന്ന ലീഡേഴ്സ് അവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ടാസ്ക് കൊടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലീഡർ നോട്ട് ഓൺലി എക്സ്പ്ലെയിൻ വാട്ട് ടു ഡു ബട്ട് ഓൾസോ ഇൻക്ലൂഡ് വെൻ, വേർ, ഹൗ ടാസ്ക് ടു ബി ക്യാരിഡ് ഔട്ട്. അതായത് വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. നോ ചാൻസ് ഫോർ വർക്കേഴ്സ് ടു ഗിവ് ഫീഡ്ബാക്ക് ടു ദി ലീഡർ. പേജ് നമ്പർ 107 ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. ഞാനൊരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഈ സിമിലർ ആയിട്ടുള്ളൊരു സമ്മറൈസ് ഒരു നെറ്റിൽ നിന്ന് മെറ്റീരിയൽ എടുത്തു മാത്രമേ ഉള്ളൂ. ദെൻ റിലേഷൻഷിപ്പ് ബിഹേവിയർ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ബിഹേവിയറിൽ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനെ ലീഡർ ടു വേ കമ്മ്യൂണിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. വർക്കേഴ്സിനെ ഗെറ്റ് സഫിഷ്യൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഫോർ ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ ലീഡർ ഓൾസോ ഓഫർ ദി സപ്പോർട്ട്, ഗൈഡൻസ് ടു ദി വർക്കേഴ്സിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ 2 ഡയമെൻഷൻസ് വെച്ചിട്ട് ഒരു 4 ക്വാർട്ടേഡ് മോഡൽ ഓഫ് ടാസ്ക് റിലേഷൻഷിപ്പ് റേഞ്ചിനെ ലാബിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ടെല്ലിങ്, സെല്ലിങ്, പാർട്ടിസിപ്പേറ്റീവ്, എന്താണ് ഡെലിഗേറ്റ് എന്ന് പറഞ്ഞ 4 മെയിൻ ലീഡർഷിപ്പ് അപ്രോച്ചസ് ഉണ്ട് ഈ 2 തിയറിയുടെ ബേസിസിൽ. ഓക്കെ, 2 ഡയമെൻഷൻസിൻ്റെ ബേസിസിൽ 4 ആയിട്ട് തിരിയുന്ന മാനേജറിയൽ ഗ്രിഡ് പോലെ, കൺസേൺ ഫോർ പീപ്പിൾ, കൺസേൺ ഫോർ പ്രൊഡക്ഷൻ പോലെ തന്നെ ഇവിടെ 4 ഡയമെൻഷൻസിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന 4 ഐഡൻറ്റിഫൈ 4 മെയിൻ ലീഡർഷിപ്പ് അപ്രോച്ചസ് പറയുന്നുണ്ട്. ആദ്യത്താണ് ടെല്ലിങ് ഓർ ഡയറക്റ്റിംഗ്. ഈ ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ടെല്ലിങ്ങിലെ ലീഡേഴ്സ് ഒരു ഓട്ടോക്രാറ്റിക് അപ്രോച്ചസാണ്. ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ ലീഡേഴ്സാണ്. എംപ്ലോയീസിനോട് വാട്ട് ടു ഡു എന്ന് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അത് ഫോളോവേഴ്സിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ലീഡർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ കമ്മ്യൂണിക്കേഷൻ വൺ വേ ആണ്. ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോമ്പിറ്റൻസി ഉണ്ടാവുക, അതുപോലെ ബട്ട് എൻത്യൂസിയാസ്റ്റിക് ആണ്, കമ്മിറ്റഡ് ആണ്, അവർക്ക് ഡയറക്ഷൻ വേണം, സൂപ്പർവിഷനും ആവശ്യമാണ്. അങ്ങനത്തെ കേസിലാണ് ഏത് ടൈപ്പ് യൂസ് ചെയ്യണത്? ആദ്യത്തെ ടൈപ്പായ ഡയറക്റ്റിംഗ് യൂസ് ചെയ്യാം. രണ്ടാമത്തെ സിറ്റുവേഷൻ സെല്ലിംഗ് എന്ന് പറയുന്നത്. സെല്ലിങ്ങിൽ കമ്മ്യൂണിക്കേഷൻസിനെ സെല്ലിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടാസ്കും ഹൈ ലീഡർഷിപ്പാണ് ഉള്ളത്. ഇവിടെ ലീഡേഴ്സ് ഒരു ഡിസിഷൻ മേക്കിംഗ് റിമെയിൻ ലീഡേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ്.